ഗൈസ് നമ്മൾ ഇന്ന് വേറെ ഒരു കില്ലും പരിപാടി ചെയ്യാൻ പോകുന്നു കേട്ടോ. ആണ്ടെ നമ്മൾ അന്നത്തെ പോലെ ആണ്ടെ ഐസ് ആട്ടോ, ഐസ്. നമ്മൾ ഇന്ന് വീടിലെ ഒരു ഐസ് ബാത്ത് ചെയ്യാൻ പോകുന്നത്. ഐസ് ബാത്ത് നമ്മൾ പൂളിലല്ല, നമ്മൾ പൂളിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കൈകൊണ്ട് ചെയ്തായിരുന്നു. നമ്മൾ പൂളിലല്ല, പുറത്തല്ല ഗൈസ്. നമ്മൾ ഇന്ന് മേളത്തെ ടാങ്ക് ഉണ്ടോ, ടാങ്കിലാണ് നമ്മൾ ഇന്ന് ഐസ് ബാത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീടിൻ്റെ മണ്ടയ്ക്ക് ആണ്ടെ, വീടിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇന്ന് എത്തിയേക്ക്. ഒറ്റം പറഞ്ഞാൽ ഞാൻ ഐസ് കൊണ്ട് കയറി. ഐസ് നമ്മൾ രണ്ടിതായിട്ട് നമ്മൾ ഐസ് മേടി എത്തിച്ചത് തന്നെ. ഒറ്റം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഐസ് ബാത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നാണ്ട വാട്ടർ ടാങ്കിലാണ്, വീട്ടിലെ വാട്ടർ ടാങ്കിലാണ് നമ്മൾ ഇന്ന് ഐസ് ബാത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടോ, ഐസ് ഉണ്ടോ? ഇതാണ് ഐസ്, ഇതാണ് നമ്മുടെ ഐസ്. ഇത് മാത്രമല്ല, നമ്മൾ ഇനിയുണ്ട് കണ്ടോ, ഐസ് ഉണ്ടോ, ഫുൾ ഐസ്. ഈ ഫുൾ ഐസ് വെച്ച് നമ്മൾ ഇന്ന് ഐസ് ബാത്ത് ചെയ്ത് നമ്മൾ സെറ്റാക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഐസ് ബാത്ത് ചെയ്യാൻ പോകുന്ന ടാങ്കിലോ. നോർമലി ടാങ്കിൽ കൊണ്ട് അത്രയും വെള്ളമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ടാങ്ക് ഉണ്ട്, നമ്മുടെ ടാങ്ക് ഓൾറെഡി കുറച്ച് അഴുക്കാട്ടോ, കുറച്ച് അഴുക്കുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു ഐസ് ബാത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെള്ളമെല്ലാം കളയുമ്പോൾ നമുക്ക് ഇതോടെ കഴുകി വൃത്തിയാക്കി ഇടാം. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ ഗൈസ്. നമ്മൾ ഇനി ഐസ് കുറച്ചായിട്ട് നമ്മൾ ഇനി ടാങ്കിൽ ആഡ് ചെയ്യാൻ പോകാം. ഇത് നമുക്ക് ഇത് ഇങ്ങോട്ട് കമത്തണ്ട, നമുക്ക് ഇതുപോലെ എടുത്തിടാം. ഇതിനെ ഇങ്ങോട്ട് നോക്കി. ഓ, ഇന്ന് തണുത്ത് കുടിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ഒരു ലെയർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തണുപ്പില്ല കേട്ടോ. ഇതുകൂടെ നമുക്ക് ഇട്ട് നോക്കാം, എന്നാലേ സെറ്റ് ആവത്തുള്ളൂ. നമ്മുടെ ഐസ് കണ്ട ഇതിൻ്റെ പോന്നെ ഗൈസ്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ വാട്ടർ ടാങ്കിൽ. എനിക്ക് വന്ന് ബാത്ത് ടപ്പിൽ, പിന്നെ നമ്മൾ കുറേ സ്വിമ്മിംഗ് പൂളിൽ, അങ്ങനെ കുറേ നമ്മൾ ഐസ് ബാത്ത് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ടൈം ആയിരിക്കും ടാങ്കിൻ്റെ മേളിൽ നമ്മൾ ഐസ് ബാത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐസ് ഒന്നും മെൽറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ പൈപ്പിൽ നിന്ന് ഉറക്കുമ്പോൾ ആയിരിക്കുള്ളതായിരിക്കും വരുന്നത്. നമുക്കൊന്ന് ഇറങ്ങാം. കാല് വെച്ചപ്പം തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഉടുപ്പിട്ടുകൊണ്ട് ഇറങ്ങിയ നല്ല തണുക്കുന്നത്. അപ്പം ഇനി ഇരിക്കാൻ പോകട്ടോ. ഇരിക്കാൻ തോന്നുന്നില്ല, നല്ല തണുപ്പ് കേട്ടോ. സത്യം നല്ല തണുപ്പുണ്ട് ഗൈസ്. സത്യം പറയാൻ എനിക്ക് നല്ല തണുപ്പുണ്ട്. എനിക്ക് കാലൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇരുന്നുള്ള അവസ്ഥ എന്തോ എനിക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് നോക്കാന്നാലും ഉള്ളതല്ല, തണുത്ത് വിറയ്ക്കുന്നു. അയ്യോ നല്ല സുഖമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല തണുപ്പ്, നല്ല സുഖമുണ്ടോ. അടാ ഐസൊക്കെ മെൽറ്റ് ആയില്ല. ഐസ് കിടക്കുന്നുണ്ടോ? കണ്ടേ ഐസ്. നല്ല സുഖമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കിളിയ സാധനം കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ മസ്റ്റ് ചെയ്യേണ്ട കാരണം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വാട്ടർ ടാങ്കിന്റെ അകത്താട്ടോ. വാട്ടർ ടാങ്കിന്റെ അകത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട്. സത്യം പറഞ്ഞാലേ തണുത്ത വെള്ളത്തിൽ കിടക്കുമ്പോഴേ കുറേ നല്ല ബെനിഫിറ്റ്സ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സംഭവം കിളിയൻ സാധനം കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ചെയ്തില്ലയോ, അതിലേക്കാട്ടിൽ കുറച്ചുകൂടെ നല്ല ഇതുണ്ട്. എനിക്ക് എക്കോ അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക്
മുൻപൂടി നമ്മൾ കടന്ന് കുറച്ച് ഐസ് ബാത്ത് നമ്മൾ ചെയ്തായിരുന്നു കേട്ടോ. ഐസ് ബാത്ത് ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വാട്ടർ ടാങ്കി ചെയ്യാന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ വാട്ടർ ടാങ്കി നമ്മൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ചെയ്തപ്പോൾ ഇതിലും കൂടുതൽ നല്ല തണുപ്പുണ്ട്. ഇതിലും കൂടുതലും ഇത് അത്രയും തണുപ്പുണ്ട്, എന്നാലും ഒരു ഉടുപ്പിട്ടുണ്ടാന്ന് തോന്നുന്നു. അത്രയും വിറയ്ക്കുന്നില്ല സത്യം പറഞ്ഞാൽ. മറ്റേ സ്വിമ്മിംഗ് പൂളിൽ കിടന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഈ വട്ടം എടുത്ത ഒറ്റ ഒരു ഐസ് മാത്രമേ നമ്മൾ ഈ വട്ടം എടുത്തുള്ളൂ. കഴിഞ്ഞ നമ്മൾ 3 ഐസ് എടുത്ത് നമ്മൾ അത്രയും വലിയ പൂളായതുകൊണ്ട് നമ്മൾ 3 എടുത്തത്. ഇപ്പൊ നമ്മള് വെറും ഒരു ഐസ് എടുത്ത് ഇട്ടിട്ട് തന്നെ നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ വിറയ്ക്കുന്നില്ല, നല്ല തണുപ്പുണ്ട്. പണിപാളി പൈസ നനഞ്ഞ് അയ്യോ ഞാൻ കണ്ട് പൈസ ഉണ്ട് 50 രൂപ. ഞാൻ ഐസ് വാങ്ങാൻ പോയപ്പോൾ ബാക്കി പൈസ കേട്ടോ. സത്യം പറയാൻ നനഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഉണക്കാം, സീറ്റില്ല. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പൊടിച്ച് കളഞ്ഞു. അങ്ങനെ നമ്മുടെ പൈസ നമ്മൾ ഉണക്കാൻ ഇടുക കേട്ടോ. നമ്മൾ ഉണക്കാൻ ഇടുക. 60 രൂപ ഉണ്ട് നമ്മുടെ പൈസയ്ക്ക്. എന്താ വാല്യൂ? പൈസയാണ് വാല്യൂ. പൈസ ഇല്ലെങ്കിൽ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. പൈസ ഇല്ലെങ്കിൽ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ കാര്യം പറയാം, പൈസ വേണം. എന്താ ചെയ്യണമെങ്കിലും പൈസ വേണം. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ പൈസയ്ക്ക് വേണ്ടി. അറിയാമല്ലോ, നമ്മൾ യൂട്യൂബിലിട്ട് ഓരോ കാര്യങ്ങൾ ഇട്ടിട്ടായിരിക്കും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ. കുറേ പരിപാടിയുണ്ട്. ഇതിനെ വീഡിയോ എഡിറ്റ് ചെയ്യണം. അങ്ങനെ വീഡിയോ ചിലപ്പം കോപ്പിറൈറ്റ് കിട്ടും. വലിയ പുറത്തുള്ള മ്യൂസിക്കൊക്കെ ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്ത്, ഇത് ചെറിയൊരു സിമ്പിൾ പരിപാടിയല്ല സത്യം പറഞ്ഞാൽ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇതുപോലെ കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.